പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ കൽച്ചുമരുകൾക്ക് വല്ലാത്തൊരു തണുപ്പായിരുന്നു. മരണത്തിന്റെ തണുപ്പ്. 2 ദിവസത്തിനുമപ്പുറം കഴുമരത്തിലേറാൻ വിധി കാത്തു കഴിയുന്ന ഡെത്ത് റോയിലെ 5-ാം നമ്പർ സെല്ലിൽ തറയിലിരിക്കുകയായിരുന്നു വിഷ്ണു. അവന്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് പൂർത്തിയാക്കപ്പെടാത്ത ഏതോ ഒരു കർത്തവ്യത്തിന്റെ ഭാരമായിരുന്നു. ജയിലർ അനിത സെല്ലിന് മുന്നിലെത്തി നിന്നു. കർക്കശക്കാരിയായ ഉദ്യോഗസ്ഥയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിഷ്ണുവിന്റെ പ്രശാന്തപരമായ പെരുമാറ്റം അവരുടെ ഉള്ളിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചിരുന്നു. വിഷ്ണു, അനിതയുടെ ശബ്ദത്തിൽ നേരിയ ഒരു ആർദ്രത കലർന്നിരുന്നു. ഇനി നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. നിയമപ്രകാരം നിനക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ പറയാം. ബന്ധുക്കളെ കാണണമെന്നോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കണമെന്നോ? വിഷ്ണു സാവധാനം തലയുയർത്തി. അവന്റെ കണ്ണുകളിൽ പെട്ടെന്നൊരു തിളക്കം മിന്നിമറഞ്ഞു. എനിക്കൊരു കല്യാണം കഴിക്കണം മാഡം. ഇതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹം. അനിത ഞെട്ടലോടെ അവനെ നോക്കി. കല്യാണമോ? വധശിക്ഷയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴോ? നീ എന്താണ് തമാശ പറയുകയാണോ വിഷ്ണു? അല്ല മാഡം, ഞാൻ ഗൗരവമായി പറയുന്നതാണ്. ഭരണഘടന എനിക്ക് നൽകുന്ന അവകാശമാണിത്. എൻ്റെ അവസാന ആഗ്രഹം സാക്ഷാത്കരിക്കാൻ ജയിൽ അധികൃതർക്ക് ബാധ്യതയുണ്ട്. അനിത ആലോചനയിലാണ്ടു. നിയമവിദഗ്ധരുമായി സംസാരിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞത് ശരിയാണെന്ന് വ്യക്തമായി. മരണം വരിക്കുന്നതിന് മുൻപ് പ്രതി ഉന്നയിക്കുന്ന ന്യായമായ അവസാന ആഗ്രഹം നിഷേധിക്കാൻ നിയമത്തിന് കഴിയില്ല. എന്നാൽ ഈ അവസ്ഥയിൽ ആര് വന്ന് ഇവനെ വിവാഹം കഴിക്കാൻ? മറ്റൊരു വഴിയുമില്ലാതെ ജയിലധികൃതർ ജയിലിനടുത്തുള്ള ഗ്രാമത്തിലെയും അമ്പലങ്ങളിലെയും ഉച്ചഭാഷിണിയിലൂടെയും വിളംബര ബോർഡുകളിലൂടെയും ഈ വിവരം പരസ്യപ്പെടുത്തി. തടവുകാരനായ വിഷ്ണുവിന്റെ അവസാന ആഗ്രഹപ്രകാരം അവന് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ള സ്ത്രീകൾക്ക് സമീപിക്കാം. നാട്ടുകാർ അത് കേട്ട് പരിഹസിച്ചു. മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു കൊലയാളിയെ ആര് വിവാഹം കഴിക്കാൻ? അടുത്ത ദിവസം രാവിലെ സമയം 9 മണി. പൂജപ്പുര ജയിലിന്റെ വലിയൊരു ഇരുമ്പ് വാതിൽക്കൽ ഒരു ടാക്സി വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയ പെൺകുട്ടിയെ കണ്ടു നിന്ന സുരക്ഷാ ജീവനക്കാരും നാട്ടുകാരും കണ്ണുതള്ളി. സെറ്റ് സാരി ഉടുത്ത് മുടിയിൽ തുളസിക്കതിർ ചൂടി കയ്യിൽ ഒരു ചെറിയ പൂജാപാത്രവും താലിമാലയുമായി നിൽക്കുന്ന ഒരു പെൺകുട്ടി. കണ്ണുകളിൽ ഭയത്തിന്റെ ഒരു കണിക പോലുമില്ല, മറിച്ച് ഉറച്ച ഒരു ലക്ഷ്യം മാത്രം. എൻ്റെ പേര് സൂര്യ, ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. വിഷ്ണുവിനെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടാണ് വന്നത്. അവളുടെ ശബ്ദത്തിൽ ഒരു വിറയൽ പോലുമില്ലായിരുന്നു. വിവരം പറഞ്ഞ് ജയിൽ സൂപ്രണ്ടും അനിതയും ഓടിയെത്തി. കുട്ടി, നിനക്ക് ഭ്രാന്താണോ? സൂപ്രണ്ട് ചോദിച്ചു. നാളെ പുലർച്ചെ തൂക്കിലേറ്റാൻ പോകുന്ന ഒരു പ്രതിയെയാണോ നീ കല്യാണം കഴിക്കാൻ പോകുന്നത്? നിന്റെ ജീവിതമാണ് നശിക്കാൻ പോകുന്നത്. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല സർ. എനിക്ക് വിഷ്ണുവിനെ വിവാഹം കഴിക്കണം. അതിനുള്ള അനുമതി തരണം, സൂര്യ ഉറപ്പിച്ചു പറഞ്ഞു. നിയമപരമായ നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയായി. ജയിൽ സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഒരു ചെറിയ നിലവിളക്ക് കൊളുത്തിവെച്ചു. അമ്പലത്തിൽ നിന്നും എത്തിയ പൂജാരി മന്ത്രങ്ങൾ ചൊല്ലി. സൂപ്രണ്ടിന്റെയും ജയിലർ അനിതയുടെയും സാന്നിധ്യത്തിൽ ഇരുമ്പ് വിലങ്ങണിഞ്ഞ കൈകളാൽ വിഷ്ണു സൂര്യയുടെ കഴുത്തിൽ താലി ചാർത്തി. അവരുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ അവളറിയാതെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അത് ദുഃഖത്തിന്റെ കണ്ണീരായിരുന്നില്ല, വലിയൊരു പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു. വിഷ്ണു അവളുടെ നെറ്റിയിൽ മൃദുവായി തൊട്ടു. ആ സ്പർശനത്തിൽ 1000 വാക്കുകൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതോടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരൻ ഭാര്യയോടൊപ്പം അവസാന രാത്രി ചെലവഴിക്കാൻ പ്രത്യേക അനുമതി നൽകണമെന്ന് അഭിഭാഷകൻ വഴി അപേക്ഷ സമർപ്പിക്കപ്പെട്ടു. മാനുഷിക പരിഗണന മുൻനിർത്തി കോടതിയും ജയിൽ അധികൃതരും അതിന് അനുവാദം നൽകി. പുറത്ത് കാവൽക്കാരുടെ ബൂട്ട് ശബ്ദങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. സെല്ലിന്റെ ചെറിയ വെന്റിലേറ്ററിലൂടെ നിലാവ് ഉള്ളിലേക്ക് എത്തി നോക്കി. വിഷ്ണുവേട്ടാ, സമയം കളയാനില്ല, സൂര്യ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. സൂര്യ, അമ്മയ്ക്ക് സുഖമാണോ? പദ്ധതിയെല്ലാം വിചാരിച്ച പോലെ നടക്കുമോ? വിഷ്ണു ആശങ്കയോട് ചോദിച്ചു. അമ്മ സുരക്ഷിതയായി എറണാകുളത്തുണ്ട്. ഇനി നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണം. വേഗം ഡ്രസ്സ് മാറ്. അർദ്ധരാത്രി 12 മണി. ജയിൽ മുഴുവൻ വിജനമായ ശാന്തതയിലാണ്ടു. പെട്ടെന്ന് 5-ാം നമ്പർ സെല്ലിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഭയാനകമായ നിലവിളി ഉയർന്നു കേട്ടു. അയ്യോ, എന്നെ രക്ഷിക്കണേ! ഇവന് ഭ്രാന്ത് പിടിച്ചു, എന്നെ കൊല്ലാൻ വരുന്നു. ശബ്ദം കേട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വാർഡന്മാർ ആകുലതയോടെ ഓടിയെത്തി. സെല്ലിന്റെ വാതിൽ തുറന്നതും വിഷ്ണുവിന്റെ വസ്ത്രധാരണത്തിന് സമാനമായ വസ്ത്രം ധരിച്ച് തലയിൽ മുണ്ടിട്ട് ഭയന്നോടുന്ന ഒരു രൂപം വാർഡന്മാരെ തള്ളിമാറ്റി പുറത്തേക്ക് ഓടി. അയ്യോ, അവൾ പേടിച്ചോടുകയാണ്, വാതിൽ തുറക്ക്. പുറത്തെ പ്രധാന കവാടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാർ വിചാരിച്ചത് പേടിച്ചോടുന്ന സൂര്യയാണെന്നാണ്. പെൺകുട്ടിയെ തടയേണ്ടതില്ലെന്ന് കരുതി അവർ പ്രധാന കവാടം തുറന്നു കൊടുത്തു. ആ രൂപം ഇരുട്ടിലേക്ക് ഓടി മറഞ്ഞു. ജയിലിനുള്ളിൽ വലിയ ബഹളമായി. പിറ്റേന്ന് പുലർച്ചെ വധശിക്ഷ നടപ്പാക്കേണ്ട സമയമെടുക്കുന്നു. സൂപ്രണ്ടും അനിതയും പോലീസ് സേനയും 5-ാം നമ്പർ സെല്ലിലേക്ക് കുതിച്ചെത്തി. സെല്ലിന്റെ കോണിൽ തലയിൽ മുണ്ടിട്ട് വിറച്ചിരിക്കുന്ന രൂപം. വിഷ്ണു, സമയമായി, പുറത്തിറങ്ങാം, സൂപ്രണ്ട് കടുപ്പത്തിൽ പറഞ്ഞു. പക്ഷേ ആ രൂപം തലയിലെ മുണ്ടുമാറ്റി എഴുന്നേറ്റ് നിന്നു. ജയിൽ അധികൃതർ ആ കാഴ്ച കണ്ട് തരിച്ചുപോയി. സെല്ലിൽ നിൽക്കുന്നത് വിഷ്ണുവല്ല, വിഷ്ണുവിന്റെ വസ്ത്രങ്ങൾ ധരിച്ച സൂര്യയാണ്. എന്താണിത്? വിഷ്ണു എവിടെ? അനിത അലറി. സൂര്യയുടെ മുഖത്ത് ഇപ്പോൾ ഭയമില്ലായിരുന്നു, പകരം വിജയശ്രീലാളിതയായ ഒരു സ്ത്രീയുടെ ശാന്തത മാത്രം. വിഷ്ണുയേട്ടൻ ഇവിടെയില്ല, അവൻ നീതി തേടി പോയിരിക്കുകയാണ്, സൂര്യ ധീരമായി പറഞ്ഞു.
സൂപ്രണ്ട് അവളെ ചോദ്യം ചെയ്യൽ മുറിയിലേക്ക് മാറ്റി. അനിതയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സൂര്യ സത്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തി. നിങ്ങൾ തൂക്കിലേറ്റാൻ തുനിഞ്ഞത് ഒരു കുറ്റവാളിയല്ല, പകരം സമ്പന്നരുടെ അധർമ്മത്തിന് ഇരയായ ഒരു പാവത്തിനെയാണ്. ഹൈറേഞ്ചിലെ പ്രമുഖ വ്യവസായി പ്രതാപനും അവന്റെ ഗുണ്ടകളും ഞങ്ങളുടെ ഗ്രാമത്തിലെ പേടി സ്വപ്നമായിരുന്നു. എന്റെ ചേച്ചി ആതിരയെ പ്രതാപൻ സ്ഥിരമായി ശല്യം ചെയ്യുമായിരുന്നു. ഒരു രാത്രിയിൽ അവർ ഞങ്ങളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ചേച്ചിയെ ക്രൂരമായി ഉപദ്രവിച്ചു കൊലപ്പെടുത്തി. സൂര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കൊലപാതകത്തിന് ഏക സാക്ഷി വിഷ്ണുവേട്ടനായിരുന്നു. അവൻ പോലീസിൽ പരാതിപ്പെടാൻ തുനിഞ്ഞപ്പോൾ പ്രതാപൻ തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് പോലീസിനെ വിലക്കെടുത്തു. ചേച്ചിയുടെ കൊലപാതകം വിഷ്ണുവേട്ടന്റെ തലയ്ക്ക് കെട്ടിവെച്ചു. വ്യാജ തെളിവുകളും വ്യാജ സാക്ഷികളെയും ഉണ്ടാക്കി അവന് വധശിക്ഷ വാങ്ങിക്കൊടുത്തു. അനിത ഞെട്ടിലൂടെ കേട്ടിരുന്നു. വിഷ്ണുവേട്ടന്റെ അമ്മ സരോജിനി അമ്മയും ഞാനും ചേർന്നാണ് ഈ പദ്ധതി ഇട്ടത്. ജയിലിൽ വെച്ച് തുണികൾ മാറി വിഷ്ണുവേട്ടനെ പുറത്തെത്തിക്കുക. ചേച്ചി കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് പ്രതാപൻ വീട്ടിൽ വെച്ച് നടത്തിയ ആക്രമണങ്ങളുടെ യഥാർത്ഥ CCTV ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവ് ഞങ്ങളുടെ പക്കലുണ്ടായിരുന്നു. ആ തെളിവുകളുമായി വിഷ്ണുവേട്ടൻ ഇപ്പോൾ എറണാകുളം ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. സൂര്യ കാര്യങ്ങൾ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എറണാകുളം ഹൈക്കോടതിയിൽ നാടകീയമായ സംഭവങ്ങൾ നടക്കുകയായിരുന്നു. പ്രമുഖ അഭിഭാഷകനായ മാധവൻ സാറിനോടൊപ്പം വിഷ്ണു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മുന്നിൽ ഹാജരായി. പ്രതാപന്റെ യഥാർത്ഥ മുഖം വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും വിഷ്ണുവിനെ കൊടുക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ശബ്ദരേഖയും കോടതിയിൽ സമർപ്പിച്ചു. തെളിവുകൾ പരിശോധിച്ച് ഞെട്ടിയ ഹൈക്കോടതി പൂജപ്പുര ജയിലിൽ നടക്കാനിരുന്ന വിഷ്ണുവിന്റെ വധശിക്ഷ ഉടനടി സ്റ്റേ ചെയ്തു. സ്വയം കോടതിയിൽ കീഴടങ്ങിയ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം പ്രതാപനെയും കൂട്ടാളികളെയും മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ അവർ കുറ്റം സമ്മതിച്ചു. അടുത്ത ആഴ്ച കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ കോടതി നിരീക്ഷിച്ചു. തന്റെ അയൽപക്കത്തെ പെൺകുട്ടിയുടെ മാനവും സ്വന്തം ആത്മരക്ഷയും മുൻനിർത്തി പോരാടിയ വിഷ്ണു പൂർണ്ണമായും നിരപരാധിയാണ്. വ്യാജ തെളിവുകളുണ്ടാക്കി ഒരു നിരപരാധിയെ വധശിക്ഷയ്ക്ക് വിധിച്ച സിസ്റ്റത്തിന്റെ പരാജയം ഭയപ്പെടുത്തുന്നതാണ്. കോടതി വിഷ്ണുവിനെ പൂർണ്ണ കുറ്റവിമുക്തനാക്കി വിട്ടയക്കാൻ ഉത്തരവിട്ടു. പൂജപ്പുര ജയിലിന്റെ കവാടം വീണ്ടും തുറന്നു. പക്ഷെ ഇത്തവണ വിഷ്ണു പുറത്തേക്ക് വന്നത് കഴുമരത്തിലേക്കല്ല, മറിച്ച് സ്വതന്ത്രമായ ഒരു ജീവിതത്തിലേക്കായിരുന്നു. ജയിൽ മുറ്റത്ത് അവനെ കാത്ത് സരോജിനി അമ്മയും കയ്യിൽ താലിയുമായി സൂര്യയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. വിഷ്ണു അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ഇടുക്കിയിലെ പച്ചപ്പിലേക്ക് തങ്ങളുടെ പുതിയ ജീവിതത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ സൂര്യയുടെ മുഖത്ത് പുലരിയുടെ ആദ്യ സൂര്യകിരണങ്ങൾ തട്ടിത്തിളങ്ങി. അത് ഒരു പുതിയ പ്രതീക്ഷയുടെ നീതി സൂര്യോദയമായിരുന്നു.